44 വർഷമായി സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ തിരുവമ്പാടിയിലെ IHDP ഉന്നതിയിലെ 44 പട്ടികജാതി കുടുംബങ്ങൾ നേരിടുന്നത് വലിയ ദുരിതം. ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് അക്വയർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് റോഡ് ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KSKTU നേതാക്കൾ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ മറിയപ്പുറം ചെറുവളപ്പ് പ്രദേശത്തെ ജനങ്ങളുടേത് ദുരിത ജീവിതമാണ്. IHDP ഉന്നതിയിലെ 44 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡില്ലാത്തതാണ് ദുരിതത്തിന് പ്രധാന കാരണം. 1982 സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിലെ താമസക്കാരായ ഇവർക്ക് തിരുവമ്പാടി കിൽഗോത്തഗിരി എസ്റ്റേറ്റിനുള്ളിലൂടെ സഞ്ചരിച്ചു വേണം ഉന്നതിയിലെത്താൻ. വർഷങ്ങളായി എസ്റ്റേറ്റ് അധികൃതരുമായി പ്രദേശവാസികളും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും ഉൾപ്പെടെ ചർച്ചകൾ നടത്തിയെങ്കിലും അധികൃതർ വഴങ്ങിയിട്ടില്ല. രോഗികളും വൃദ്ധരും ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു വണ്ടി വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണ്. രോഗികളെയും മറ്റും 1.5 കിലോമീറ്റർ ചുമന്നു വേണം ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിക്കാൻ. വിദ്യാർത്ഥികളുടെ കാര്യവും ഏറെ കഷ്ടമാണ്. ഇവിടെ കോളനിയിലേക്ക് ഓട്ടോറിക്ഷ വണ്ടിയൊന്നും വരില്ല. ഞങ്ങൾ റോഡ് എന്തായാലും വേണം, റോഡില്ലാഞ്ഞാൽ പറ്റൂല. ഞങ്ങൾ ഈ വയസ്സൊന്നായിട്ടുള്ളൊക്കെ അല്ലേ പോകാനുള്ള നിൽക്കാനുള്ളതൊക്കെ ഇവിടെ ഒന്നും വണ്ടിയൊന്നും വരുന്നില്ല. ഒരു പറയും അവിടെ എത്തുന്നവരെ പറയും ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ എന്തായാലും ഈ പ്രായമായിട്ടുള്ള കൊണ്ടുപോകാനാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും റോഡ് വേണം. കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതോടെ കാൽനട യാത്ര പോലും അസാധ്യമായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് അക്വയർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് റോഡ് ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും KSKTU തിരുവമ്പാടി വെസ്റ്റ് മേഖലാ പ്രസിഡന്റുമായ TK ശിവൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാമസഭയിൽ റോഡ് ആവശ്യം ഉന്നയിച്ച് പ്രമേയവും അവതരിപ്പിച്ചിരുന്നു. ഈ നമ്മുടെ സംസ്ഥാനത്ത് വരെ ഇത്തരത്തിൽ ദുരിതത്തിൽ കഴിയുന്ന ഒരു നിവാസികൾ ഉണ്ടാവില്ല. 42ഓളം കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള റോഡാണ്. ഇവിടെ അസുഖങ്ങളായാലും അതേപോലെ ഒരു മരണമായാലും ഒക്കെ പുറത്തേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. അധികൃതർക്ക് ഒരുപാട് ഗവൺമെൻറ്റിലും അതേപോലെ തന്നെ പഞ്ചായത്തിലും ഒക്കെ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഒന്ന് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം അങ്ങോട്ട് നടന്നു പോയിട്ട് വേണം ആളുകൾക്കൊരു വാഹനം കിട്ടാൻ. ഈ ഗവൺമെൻറ് വഹിച്ചു കൊടുത്തിട്ടുള്ള ഈ ഭൂമിയിൽ ഈ റോഡ് ഇതുവരെ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പഞ്ചായത്തിനോട് പറയാനുള്ളത്, ഇത് പഞ്ചായത്ത് ഇതുവരെ ഏറ്റെടുക്കാത്ത റോഡാ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള ഇതിന് അക്വയർ നടപടിയോ എന്തെങ്കിലും പഞ്ചായത്ത് സ്വീകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. പഞ്ചായത്തിൽ നിരവധി തവണ ഈ കോളനി നിവാസികൾ അപേക്ഷയും പരാതിയും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇവിടുത്തെ ഗ്രാമസഭാ യോഗം നടന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയിൽ പ്രമേയം വരെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡൊന്ന് ഞങ്ങൾക്ക് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. വിഷയം വീണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് 1 വർഷമായെന്നും ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും KSKTU ജില്ലാ കമ്മിറ്റി അംഗം KK ദിവാകരൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ നിഷേധാത്മകമായ നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 44 വരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം വേറെ ആരുമില്ല. ആ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഗവൺമെൻറ് ഭൂമി പതിച്ചു കൊടുത്തു, എസ്റ്റേറ്റ് നടക്കും. അതിലേക്ക് ഒരു വഴി വേണമെന്നുള്ള ആവശ്യം പതിറ്റാണ്ടുകളായി ഇവർ ഉയർത്തിയാണ്. 2000-ലാണ് അടച്ചിട്ട ഗേറ്റ് തുറപ്പിക്കാൻ അന്നത്തെ പഞ്ചായത്ത് ഇടപെട്ട് നടപടി സ്വീകരിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് ഈ എസ്റ്റേറ്റിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ മറികടക്കേണ്ടത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഗ്രാമപഞ്ചായത്താണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത്. ഈ പാവപ്പെട്ട ദളിതരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രായം ചെന്നിട്ടുള്ള ആളുകളോ അതുപോലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരോ അല്ല അത് പരിഹരിക്കേണ്ടത് അധികാരികളാണ്. അവരുടെ ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരുന്നത്. 2025 ജനുവരിയിൽ ഈ വിഷയമുയർത്തി KSKTU ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിവേദനവും നൽകിയിരുന്നു. ഏതായാലും സഞ്ചാരയോഗ്യമായ ഒരു റോഡെന്ന ആവശ്യത്തിനായി കഴിഞ്ഞ 44 വർഷമായി പോരാടുന്ന ഈ ഉന്നതിയിലെ കുടുംബങ്ങളോട് അധികൃതർ ഇനിയെങ്കിലും കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ. ക്യാമറമാൻ ആദർശ് തോട്ടുമുഖത്തിനൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.